അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പൊതുവെ സിനിമയെപ്പറ്റി പറയുമ്പോൾ ജൂൺ ജൂലൈ മാസങ്ങൾ പൊതുവെ ഒരു ചിത്രങ്ങളും അങ്ങനെ റിലീസ് ചെയ്യാറില്ല. അതിന് കാരണം എന്തായിരിക്കും? കാരണം പൊതുവെ മഴക്കാലം തന്നെയാണ്. മഴയാണ് ഒരു കാരണം. കാരണം മഴയത്ത് നമ്മൾ ഒരു സിനിമ കാണാൻ എവിടെയെങ്കിലും പോകണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പൊതുവെ മോശം കാലാവസ്ഥയിൽ നമുക്ക് ഇറങ്ങാൻ യാതൊരുവിധ താല്പര്യമില്ല. പ്രത്യേകിച്ച് ഫാമിലി ഓഡിയൻസ് സിനിമയ്ക്ക് കയറിയെങ്കിൽ മാത്രമേ ആ സിനിമ വൻ വിജയമാകാൻ സാധ്യതയുള്ളൂ. അത് നമ്മൾ ഇന്നേ വരെ കണ്ടു വരുന്ന ചരിത്രം തന്നെയാണ്. അതുപോലെ തന്നെ കുട്ടികളുടെ സ്കൂൾ തുറപ്പ്, ജൂൺ ജൂലൈ മാസങ്ങളിൽ കുട്ടികളുടെ തിരക്ക്, കുട്ടികളുടെ സ്കൂൾ തുറപ്പ്, ഈ കുട്ടികളെയൊക്കെ സ്കൂളിൽ കൊണ്ടുവിട്ടിട്ടേ ഈ ഓണപ്പരീക്ഷ വരെ തിമിർത്തങ്ങ് പഠിപ്പിക്കും. പ്രത്യേകിച്ച് കുട്ടികളും അങ്ങനെ തന്നെയാണ്. വലിയ ഉയർന്ന മാർക്ക് മേടിക്കാൻ ശ്രമിക്കും. വീട്ടുകാരും അവനെ എങ്ങനെ സമ്മർദ്ദത്തിൽ ചെലുത്തിക്കൊണ്ടേയിരിക്കും. കാരണം ഓണപ്പരീക്ഷയാണ് ഇത് കാതലായ വിഷയം. ഓണപ്പരീക്ഷ കഴിയുമ്പോൾ പൊതുവെ എല്ലാവരും വിചാരിക്കും ഇനിയും പറ്റി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, ഇവൻ്റെ ലെവൽ ഇത്രയൊക്കെ ഉള്ളൂ എന്ന് പറഞ്ഞ് വീട്ടുകാരെ മുഴുവാവുകയാണ്. അടുത്ത കൊല്ലവും ഇതുപോലെ തന്നെ പഠിക്കണം എന്നുള്ള ഈ കുത്തിവയ്പ്പ് നടത്തിക്കൊണ്ടേയിരിക്കും. അതുതന്നെയാണ് സംഭവിക്കുന്നത്. അപ്പം പിന്നെ ഇത് സിനിമകളൊക്കെ പൊതുവെ റിലീസ് ചെയ്യാൻ കാത്തിരിക്കുന്ന മാസമാണ് ഓഗസ്റ്റ്, ഓണം അടുപ്പിച്ചുള്ള മാസം. പക്ഷെ മലയാളത്തിൽ ഈ പ്രാവശ്യം ഒത്തിരി നല്ല ചിത്രങ്ങൾ റിലീസ് ചെയ്ത മാസം കൂടെയാണ് ജൂൺ മാസം. ജൂൺ മാസത്തിൽ റിലീസ് ചെയ്ത ജൂൺ മാസവും മെയ് ലാസ്റ്റും ഒക്കെ ഒത്തിരി ചിത്രങ്ങൾ റിലീസ് ചെയ്തു. അപ്പോഴൊക്കെ എനിക്ക് മാനസികമായിട്ട് വിഷമമുണ്ടായിരിക്കും. ഈ ചിത്രങ്ങളെല്ലാം നല്ലതാണെങ്കിലും വിജയിക്കാതെ പോയാലോ എന്നുള്ള ഒരു വിഷമം. അത് ചില ചിത്രങ്ങളെയൊക്കെ ബാധിക്കുകയും ചെയ്യും. നമ്മുടെ നരിവേട്ട എന്ന ചിത്രം തന്നെ എടുത്തു കഴിഞ്ഞാൽ നരിവേട്ട എന്ന ചിത്രം പൊതുവെ മികച്ച അഭിപ്രായം നേടിയ ചിത്രമാണ്. അനുരാഗ് മനോഹർ സംവിധാനം ചെയ്ത ഈ ചിത്രത്തെപ്പറ്റി മികച്ച അഭിപ്രായം നേടി. പ്രേക്ഷകരെല്ലാം പ്രതീക്ഷയോടെ നോക്കിക്കണ്ട ചിത്രം. നല്ല തിരക്ക് അനുഭവപ്പെട്ടു. പക്ഷേ ചെയ്ത് കുറച്ച് ദിവസത്തിന് ശേഷം ഇതിൻ്റെ തിരക്ക് കുറയുന്നതായിട്ടാണ്. കളക്ഷൻ്റെ കാര്യത്തിൽ വൻ ഇടിവാണ് നരിവേട്ട എന്ന ചിത്രം നേരിടുന്നത്. കാരണം ആദ്യത്തെ 5 ദിവസം നേടിയ കളക്ഷൻ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ 50 കോടി കളക്ട് ചെയ്യേണ്ട സമയം കഴിഞ്ഞു. പക്ഷേ അത് 50 കോടി ആയില്ല, ഏകദേശം 30 കോടിയോളം അടുത്ത് നിൽക്കുന്നു എന്നാളാണ് നമുക്ക് കിട്ടുന്ന വിവരം. അപ്പോൾ ഇതിനുള്ള ഒരു ഒറ്റ കാരണം എന്ന് പറയുന്ന മഴക്കാലം തന്നെയാണ്. മറ്റൊരു ചിത്രം വീണ്ടും വന്നത് ആഭ്യന്തര കുറ്റവാളി എന്ന് പറയുന്ന ചിത്രമാണ്. ആസിഫ് അലിയുടെ കരിയറിലെ ഒരു മികച്ച കഥാപാത്രമായിട്ട് ആസിഫ് അലി നിറഞ്ഞാടിയ ചിത്രമാണ് ആഭ്യന്തര കുറ്റവാളി. ഒരു പുരുഷകഥ പറയുന്ന, അപൂർവമാണ് പുരുഷകഥയൊക്കെ മലയാള സിനിമയിൽ. പുരുഷന്മാരുടെ കഥ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമോ എന്നുള്ള ഭയപ്പാടാണ് സിനിമക്കാർക്ക്, അല്ലേ? അപ്പം പുരുഷകഥ പറഞ്ഞ ഈ ചിത്രം മികച്ച അഭിപ്രായം നേടി മുന്നേറുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. പക്ഷേ അതിൻ്റെ കളക്ഷനും ഒരു നിർത്ത്, ചിലയിടത്ത് ഒരു നിർത്തല്ലേ, അത് തന്നെ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കാണുന്നു. 1 കോടിക്ക് മുകളിലുള്ള കളക്ഷൻ ഇതിന് നേടാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. മിക്കവാറും ഈ ചിത്രങ്ങളെല്ലാം എനിക്ക് തോന്നുന്നു ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ ഈ പ്രതികരണം നേടിയിരുന്നെങ്കിൽ ഇതിൻ്റെ കളക്ഷനൊക്കെ വളരെ വലുതായേനെ. ഏതായാലും അതും ഒരു വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെയാണ് ആഭ്യന്തര കുറ്റവാളിയും നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടയിലാണ് തിയേറ്ററുകാർക്ക് കോളടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചിത്രം റിലീസ് ചെയ്യുന്നത്. അത് മറ്റാരുടെ അല്ല, മോഹൻലാൽ എന്ന് പറയുന്ന മഹാനായ നടൻ്റെ ചിത്രമാണ് റിലീസ് ചെയ്തത്. പ്രേക്ഷകർ വർഷങ്ങളായിട്ട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, എന്ന് ഞങ്ങളുടെ ചോട്ടാ മുംബൈ, ഞങ്ങളുടെ തലയും കൂട്ടരും എന്ന് റിലീസായി തിയേറ്ററിലെത്തും എന്നുള്ളത്. റിലീസ് എന്ന് പറയുന്ന സംഗതി കുറച്ച് നാളായിട്ട് എല്ലാ ഭാഷയിലും നടന്നു വരികയാണ്. അതിനിടെയാണ് നമ്മുടെ ഭദ്രൻ സംവിധാനം ചെയ്ത സ്ഫടികം എന്ന ചിത്രം ആടുതോമയും ചാക്കോ മാഷും നമ്മുടെ മുന്നിലേക്ക് വീണ്ടും 4Kയിൽ വരുന്നത്. അത് പ്രേക്ഷകർ കൈ നീട്ടി സ്വീകരിക്കുന്നത് നമ്മൾ കണ്ടു. ഏകദേശം 4.5 കോടി 5 കോടിയോളം ഈ ചിത്രം നേടും. അതിനുശേഷമാണ് നമ്മുടെ പണ്ട് പരാജയപ്പെട്ട ഒരു ചിത്രമുണ്ട്, ദേവദൂതൻ. കാലം മാറുന്നതിനനുസരിച്ച് അത് ടി വിയിലൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ പ്രേക്ഷകർ ഇഷ്ടം കൂടി. ആ പടം എന്തുകൊണ്ട് പൊട്ടി എന്ന് ആൾക്കാരെല്ലാം ചോദിച്ചൊരു സമയമുണ്ട്. അത് വീണ്ടും റിലീസ് ചെയ്യണം എന്ന് നിർമ്മാതാക്കൾക്ക് ഒരു ബോധം ഉണ്ടാകും. അങ്ങനെ അത് റിലീസ് ചെയ്തപ്പോഴും നല്ല മികച്ച തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഏകദേശം 6.5 കോടി രൂപയോളം നിർമ്മാതാവിന് കിട്ടി. അന്ന്
തികഞ്ഞ പരാജയമായ ചിത്രം വർഷങ്ങൾക്ക് ശേഷം നിർമ്മാതാവിൻ്റെ മുടക്ക് മുതലും ലാഭവും തിരിച്ചു കൊടുക്കുന്ന അപൂർവമായ ഒരു കാഴ്ചയാണ് നമ്മളവിടെ കാണേണ്ടത്. അതിനുശേഷം എത്തിയ ചിത്രമാണ് മണിച്ചിത്രത്താഴ്. മണിച്ചിത്രത്താഴ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു മലയാളികളായ എല്ലാ മനുഷ്യരും, സിനിമ കാണുന്ന എല്ലാ മനുഷ്യരും ഒറ്റ പ്രാവശ്യമെങ്കിലും കണ്ട ഒരു ചിത്രമാണ് മണിച്ചിത്രത്താഴ്. എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ ടി വിയിൽ എപ്പം കണ്ടാലും പിന്നെയും വീണ്ടും കണ്ടുകൊണ്ടിരിക്കും. എത്ര തിരക്കുണ്ടെങ്കിലും നമ്മൾ അല്പസമയമെങ്കിലും ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ കുറച്ച് നേരം നിൽക്കും. അതിൽ ഇന്നസെൻറ്റും അതുപോലെ അതിലെ കഥാപാത്രങ്ങളെല്ലാം എനിക്ക് തോന്നുന്നു ഗണേശൻ്റെ കഥാപാത്രം എന്ന് പറഞ്ഞാൽ നമ്മളെ പൊട്ടിച്ചിരിപ്പിച്ച കഥാപാത്രങ്ങളാണ്. എത്രയോ കഥാപാത്രങ്ങൾ. അതിനിടയിൽ ലാലേട്ടൻ നിറഞ്ഞാടിയ ചിത്രം കൂടിയായിരുന്നു മണിച്ചിത്രത്താഴ്. അതും റിലീഫ് ചെയ്തപ്പം ഏകദേശം 5 കോടി രൂപയ്ക്ക് അടുത്തുള്ള കളക്ഷൻ നേടി. ഇത് കണ്ടുകൊണ്ട് മറുഭാഗവും ചില കരുക്കൾ നീക്കി പല ചിത്രങ്ങളും റിലീഫ് ചെയ്തു. എല്ലാം തികഞ്ഞ പരാജയമാകുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. അതിനിടയിലാണ് ഛോട്ടാ മുംബൈ എന്ന് പറയുന്ന ചിത്രം റിലീഫ് ചെയ്യണം എന്ന് ആഗ്രഹിച്ച് ഒരു കൂട്ടരെത്തുകയും പ്രേക്ഷകർ പ്രീതി അഭ്യർത്ഥന മാനിച്ച് മണിയമ്പിള്ള രാജു എന്ന് പറയുന്ന വ്യക്തി ഇത് റിലീഫ് ചെയ്യുന്നതാണ് ഈ മാസം നമ്മൾ കാണുന്നത്. അത് റിലീഫിന് ഡേറ്റ് മാറ്റി വെച്ചായിരുന്നു. അതിന് ശേഷമാണ് ജൂണിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും ഒന്ന് നെറ്റി പിടിച്ചു. ഇതൊരു പക്ഷേ മഴ ഒരു പ്രശ്നമായി മാറുമോ? പക്ഷേ അതൊന്നുമല്ല പിന്നെ തിയേറ്ററിൽ കണ്ടത്. ഒരു പുതിയ റിലീഫ് ചിത്രം തിയേറ്ററിൽ എങ്ങനെ എത്തുന്നു ആ രീതിയിൽ തന്നെ ഈ പ്രേക്ഷകർ ഇരു കൈ നീട്ടി സ്വീകരിക്കുന്ന കാര്യമാണ് കണ്ടത്. അത് തിയേറ്റർ ഉടമകളെല്ലാം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഞങ്ങളുടെ തിയേറ്ററിൽ ഇങ്ങനെ ഒരു ഓളം സൃഷ്ടിക്കാൻ ഒരു ചിത്രത്തിനും കഴിഞ്ഞില്ല എന്ന് പറയുമ്പം മലയാളികൾ മതിമറന്ന് ആഘോഷിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അപ്പോൾ ഏകദേശം 2 ദിവസം കൊണ്ട് ഈ ചിത്രം 3 ദിവസം കൊണ്ട് ഈ ചിത്രം ഏകദേശം 2 കോടി രൂപയ്ക്ക് മുകളിലുള്ള കളക്ഷനാണ് മലയാളത്തിൽ നേടിയിരിക്കുന്നത്. അത് തന്നെ അത്ഭുതമാണ് അല്ലേ? പുതിയ റിലീഫിങ് ചിത്രങ്ങൾ 1 കോടി പോലും തികയ്ക്കാൻ പാടുപെടുന്ന സമയത്താണ് 18 കൊല്ലം മുമ്പ് ഇറങ്ങിയ ഒരു ചിത്രം വീണ്ടും റിലീഫ് ചെയ്ത് 2 കോടി രൂപയ്ക്ക് മുകളിലുള്ള തുക നേടുന്നത്. അപ്പോൾ ഇന്നത്തെ ബുക്കിംഗ് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ 3 ചിത്രങ്ങളാണ് പ്രമുഖമായിട്ട് ഇപ്പോഴും തിയേറ്ററിൽ വളരെ പ്രതീക്ഷയോടെ ഓടുന്ന 3 ചിത്രങ്ങൾ. അതിലെ ഒന്നെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നരിവേട്ട എന്ന ചിത്രം തന്നെയാണ്. നരിവേട്ട ഏകദേശം 9280 ടിക്കറ്റ് വിറ്റ് 3-ാം സ്ഥാനത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. ബുക്ക് മൈ ഷോയിലെ കണക്ക് പ്രകാരമാണ് ഞാൻ പറയുന്നത്. 24 മണിക്കൂർ കൊണ്ട് 9280 ടിക്കറ്റ് വിറ്റ് 3-ാം സ്ഥാനത്ത് നിൽക്കുന്നത്. 2-ാം സ്ഥാനത്ത് നിൽക്കുന്നത് ആഭ്യന്തര കുറ്റവാളി എന്ന് പറയുന്ന ആസിഫ് അലിയുടെ ചിത്രം തന്നെയാണ്. 12,030 ടിക്കറ്റാണ് 24 മണിക്കൂറിൽ ഈ ചിത്രം വിറ്റ് പോകുന്നത്. അപ്പോൾ 1-ാം സ്ഥാനത്ത് ആരെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയത്തിനും നിങ്ങൾക്ക് കാര്യമില്ല. മലയാളത്തിലെ 1-ാം നമ്പർ തന്നെയാണ്. ആ വ്യക്തി അഭിനയിച്ച ചിത്രം തന്നെയാണ് 1-ാം സ്ഥാനത്ത് ഇപ്പോഴും നിൽക്കുന്നത്. ഒരു റിലീഫ് ചിത്രം എന്ന് പറഞ്ഞ് ഛോട്ടാ മുംബൈ എഴുതി തള്ളാൻ വരട്ടെ. ഇപ്പം 24 മണിക്കൂർ കൊണ്ട് ഈ ചിത്രം വിറ്റ് പോകുന്നത് 14,100 ടിക്കറ്റാണ്. ഇത് ഞാൻ പറഞ്ഞതല്ല, ബുക്ക് മൈ ഷോയിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാകും. അപ്പം ഇന്നും നമ്പർ 1 ആയിട്ട് നിൽക്കുന്നത് ഈ ഛോട്ടാ മുംബൈ എന്ന് പറയുന്ന ചിത്രമാണ്. ഇന്നും മികച്ച കളക്ഷൻ ഏകദേശം 50 ലക്ഷം രൂപയ്ക്ക് അടുത്തുള്ള കളക്ഷൻ ഇന്ന് നേടും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഇന്നുകൊണ്ട് ഈ ചിത്രം ഏകദേശം 2.5 കോടിക്ക് മുകളിലുള്ള തുക നേടും എന്ന് തന്നെ കരുതുന്നു. മറ്റുള്ള ചിത്രങ്ങളും മോശമാകുന്നില്ല. ഏതായാലും തിങ്കളാഴ്ചയാണ്, മഴക്കാലമാണ്. ഇത്രയൊക്കെ കിട്ടിയത് വളരെ കാര്യം എന്ന് തന്നെ പ്രതീക്ഷിക്കാം അല്ലേ? അപ്പം ഛോട്ടാ മുംബൈയാണ് ഇപ്പം തിയേറ്ററിൽ ഒരു ഓളം സൃഷ്ടിക്കുന്നത്. ഒരിക്കലും ആരും പ്രതീക്ഷിച്ച് കാണത്തില്ല ഇങ്ങനെ ഒരു ഓളം ഒരു ചിത്രം റിലീഫ് ചെയ്ത ഒരു ചിത്രം സൃഷ്ടിക്കുമെന്ന്. അതാണ് മോഹൻലാൽ എന്ന് പറയുന്ന നടനോടുള്ള മലയാളികളുടെ സ്നേഹം. അത് എന്നും നിലനിൽക്കുക തന്നെ ചെയ്യും, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും. വീണ്ടും ഞാൻ എത്തും വരെ ഓക്കെ ബൈ.